നമസ്കാരം. ഓരോ യാത്രയും ഓരോ പാഠപുസ്തകമാണ്. ചിലപ്പോൾ നമ്മുടെ യാത്രയ്ക്കിടയിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും. പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്ത് നമുക്ക് സന്തോഷിക്കാനുള്ള എന്തെങ്കിലും നമുക്ക് വേണ്ടി ഇങ്ങനെ കാത്തു വച്ചിട്ടുണ്ടാവും. ഇന്ന് ഞാൻ പറയാൻ പോണത് യാത്രയിൽ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിച്ച ഒരു നിമിഷത്തെക്കുറിച്ചാണ്. മേഘാലയയിലെ ഷില്ലോങ്ങിൽ നിന്ന് ഡാർജിലിംഗിലേക്കുള്ള നീണ്ട യാത്ര. അതാണ് ശരിക്കും ഞങ്ങളെ തളർത്തിയത്. പുലർച്ചെ 4 മണിക്ക് പുറപ്പെട്ടതാണ്. ഗോഹട്ടിയും സിലിഗുരിയും കടന്ന് ഞങ്ങൾ ചുരം കയറാൻ തുടങ്ങിയതോടുകൂടി തന്നെ ഇരുട്ട് മൂടി. കൊടും തണുപ്പ്. കടകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഞങ്ങൾക്കാണെങ്കിലും വിശന്ന് പൊരിയുന്നു. അതിനിടയ്ക്ക് വാഹനത്തിൻ്റെ ടയറും പഞ്ചറായി. പിന്നീട് അങ്ങോട്ടുള്ള യാത്രക്കിടയിൽ പലവട്ടം വഴി തെറ്റി ഒരുപാട് ദൂരം ഞങ്ങൾക്ക് ഓടേണ്ടി വന്നു. ഡാർജിലിംഗിൽ ഞങ്ങൾ എത്തുമ്പോൾ രാത്രി 12 മണി. കൽക്കത്തയിലെ എൻ്റെ ഒരു സുഹൃത്ത് കേണൽ മനോജ് ധുവാ ബ്രോ എന്നൊരു ചെറുപ്പക്കാരനെ ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയിരുന്നു. ആ ചെറുപ്പക്കാരനെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. കാരണം ആ അർദ്ധരാത്രിയിലും മരം കോച്ചുന്ന ആ കൊടും തണുപ്പിലും അവൻ ഞങ്ങളെ കാത്തവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഡിഗ്രി പഠനം കഴിഞ്ഞ് ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ചെറുപ്പക്കാരൻ. ആ അർദ്ധരാത്രിയിലും ഞങ്ങളെ ഹോട്ടൽ മുറിയിലേക്ക് എത്തിക്കാനും ഞങ്ങളുടെ പെട്ടികൾ ചുമക്കാനും വിശന്ന് വലഞ്ഞ ഞങ്ങളുടെ ആ അവസ്ഥ മനസ്സിലാക്കി ഹോട്ടൽ മാനേജറെ കൊണ്ട് അടുക്കള തുറപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഓംലെറ്റും ബ്രെഡും കാപ്പിയും ഒക്കെ ഉണ്ടാക്കി തരാനും ഈ ചെറുപ്പക്കാരൻ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. പുലർച്ചെ 3 മണിക്കെങ്കിലും പോയി കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ടൈഗർ ഹിൽസിന് മുകളിൽ നിന്ന് സൂര്യോദയം കാണാൻ സാധിക്കൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവൻ ആ റിസപ്ഷനിലെ ആ സോഫയിൽ തന്നെ അങ്ങോട്ട് ചുരുണ്ടുകൂടി പുതപ്പിനുള്ളിലേക്ക് വലിഞ്ഞു കയറി. എത്ര വിളിച്ചിട്ടും ആ മുറിയിലേക്ക് വന്നില്ല. കഷ്ടി 2 മണിക്കൂർ ഉറങ്ങിയതിന് ശേഷം ഞങ്ങൾ റിസപ്ഷനിലെത്തുന്ന സമയത്ത് അവൻ റെഡി. ജീപ്പിൽ വിദഗ്ധനായ ഒരു ഡ്രൈവറോടൊപ്പം കുത്തനെയുള്ള റോഡിലൂടെ വീണ്ടും ഞങ്ങൾ യാത്ര ചെയ്തു. ടൈഗർ ഹിൽസിന് മുകളിലേക്ക് ആളുകൾ ഇങ്ങനെ പതുക്കെ എത്തി തുടങ്ങുന്നേ ഉള്ളൂ. മരവിപ്പിക്കുന്ന തണുപ്പാണ്. സൂര്യോദയം കൃത്യമായിട്ട് കാണാവുന്ന ഒരു ബിൽഡിങ്ങിലേക്ക് ഈ ധുവാ ബ്രോ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. ആളുകൾ നിറഞ്ഞ് കവിയാൻ തുടങ്ങി. ആ ആളുകളെല്ലാം വന്നു ചേരുന്നത് എന്തിനാ? ഒരൊറ്റ സൂര്യനെ കാണാൻ. ആ ഗോളം ഉയർന്നു പൊങ്ങുമ്പോൾ എതിർഭാഗത്തെ കാഞ്ചൻജംഗയിൽ നിറയുന്ന വർണ്ണവിസ്മയം കാണാൻ വേണ്ടിയിട്ടാണ് ആളുകൾ മുഴുവൻ തടിച്ചു കൂടുന്നത്. ഏകദേശം 1.5 മണിക്കൂർ ഞങ്ങൾ കാത്തു നിന്നു. അപ്പോഴേക്ക് പണ്ടൊക്കെ നമ്മുടെ ഈ സ്കൂളിൽ ഈ വലിയ ബെല്ലടിക്കുന്ന ഒരു ഇരുമ്പിൻ്റെ ഒരു ബെല്ലില്ലേ, അതിനൊരു കൊല്ലൻ്റെ ആലയിലിട്ട് ഇങ്ങനെ ചുട്ട് പഴുപ്പിച്ചിങ്ങനെ പൊക്കിയെടുക്കുന്നത് പോലെ ഒരു ഭാഗത്തുനിന്ന് സൂര്യൻ ഇങ്ങനെ ഉയർന്നു വരികയാണ്. നേരെ എതിർഭാഗത്തെ കാഞ്ചൻജംഗയുടെ മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശത്ത് മുഴുവൻ ആരോ ഇങ്ങനെ കുങ്കുമം വാരി വിതറുന്നത് പോലെ നിറങ്ങളിങ്ങനെ വിന്യസിക്കുകയാണ്. ആദ്യം ചുവപ്പ്, പിന്നെ ഓറഞ്ച്, പിന്നെ മഞ്ഞ, അതോടുകൂടിയിട്ട് പകലങ്ങോട്ട് നിറയും. അത് കണ്ട് ആളുകളിങ്ങനെ ആർത്ത് വിളിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, എത്ര കാലമായി നമ്മൾ ഇതേ സൂര്യൻ്റെ ഈ ഉദയം കാണാൻ തുടങ്ങിയിട്ട്. പക്ഷേ അവിടെ എന്തിനാണ് ഇത്രയും ആളുകൾ എല്ലാ ദിവസവും അതേ സൂര്യനെ കാണാൻ വേണ്ടിയിട്ട് തടിച്ചു കൂടുന്നത്? അവിടെ ആ സൂര്യപ്രകാശത്തിൻ്റെ പ്രതിഫലനത്തിൽ തെളിയുന്ന കാഞ്ചൻജംഗയാണ് പ്രധാനം. അത് പ്രതിഫലനമാണ് പ്രധാനം. അപ്പോൾ നമ്മളിൽ നിന്ന് സമൂഹത്തിലേക്ക് എന്ത് പ്രതിഫലിക്കുന്നു എന്നതാണ് പ്രധാനം. അത് നന്മയാണെങ്കിൽ അതിന് കൈയടിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ നല്ലത് പ്രതിഫലിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം.